തിരുവനന്തപുരത്തിനായി കൊടുത്ത കുറെ ബസ്സുകൾ മറ്റ് ജില്ലകളിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നു. അങ്ങനെ വലിയൊരു പോര് നടക്കുകയാണ്. ഇപ്പോൾ ന്യായമാരുടെ പക്ഷത്താണ്, വെറുതെ തർക്കിക്കുന്നത് ആരാണ്, ഇതിൽ ആര് വിജയിക്കും എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ബാക്കിയാകുന്നത്. അപ്പോൾ ഈ പോര് ഇനിയും തുടരുമോ? പോര് തുടരാൻ ഇതെന്താ മറ്റേ യുദ്ധമല്ലോ ആണോ? ഒന്നുമല്ല. തിരുവനന്തപുരത്തിന്റെ നഗരസഭാ അധ്യക്ഷനായി PV രാജേഷ് ചുമതലയേക്കുന്നു. വർഷങ്ങളോളം രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുകയും എനിക്ക് 6ഓളം തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുകയൊക്കെ ചെയ്ത ഒരാൾ പെട്ടെന്ന് അവരുടെ കഷ്ടപ്പാട് അങ്ങനെ ഇപ്പൊ രാഷ്ട്രീയം മാറ്റിവെച്ച് BJP അവിടെ പണിയെടുത്ത് അവിടെ അധികാരത്തിലേക്ക് എത്തി. PV രാജേഷ് മേയർ സ്ഥാനത്തേക്ക് എത്തുന്നു. ആദ്യം അവിടെ ഉണ്ടാകുന്ന വിവാദം ശ്രീലേഖ IPS-ഉം വട്ടിയൂർക്കാവ് MLA-യും തമ്മിലായിരുന്നെങ്കിൽ പിന്നീട് ഈ KSRTC ബസ്സുകളുമായി ബന്ധപ്പെട്ട വിവാദവുമായി VV രാജേഷ്. അത് വിവാദമാകാൻ വേണ്ടി അല്ല VV രാജേഷ്. അദ്ദേഹം പറഞ്ഞത് കോർപ്പറേഷനുമായി ഒരു കരാർ എഴുതി കൊടുത്ത 115 ബസ്സുകൾ, ഈ 115 ബസ്സുകൾ കൊടുത്തത് തിരുവനന്തപുരം നഗരത്തിലെ ഈ കൊടുത്തതിന്റെ ഉദ്ദേശം കൂടി മനസ്സിലാക്കണം. ഈ ബസ്സുകൾ കൊടുത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് ഡീസൽ വാഹനങ്ങൾ, അതിഭീകരമായ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന ഡീസൽ വാഹനങ്ങളുടെ ഉപയോഗം നഗരപരിധിക്കുള്ളിൽ കുറച്ച് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പറയപ്പെടുന്ന 115 ബസ്സുകൾ കോർപ്പറേഷൻ വാങ്ങി KSRTC-ക്ക് നൽകുന്നത്. അതിൽ സ്വിഫ്റ്റ് കമ്പനിയും KSRTC-യും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഒരു 3 പേർ ചേർന്നൊരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. ലാഭവിഹിതം കോർപ്പറേഷന് കൊടുക്കണമെന്ന് കൃത്യമായി അതിൽ പറയുന്നുണ്ട്. പക്ഷേ അന്വേഷണത്തിൽ വാഹനങ്ങൾ നഗരപരിധി വിട്ട് മറ്റു ജില്ലകൾ വരെ ഓടുന്നതായി കാണുകയും കാണുന്നു എന്ന് പറഞ്ഞത് VV രാജേഷ് അല്ല. ഇത് ആദ്യം പറഞ്ഞത് തിരുവനന്തപുരം മുൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആയിരുന്നു എന്ന് VV രാജേഷ് പിന്നീട് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ BJP ആദ്യമായി അധികാരത്തിലെത്തിയിട്ട് ഇങ്ങനെ ഒരു സംഭവവികാസം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്ന് നാളെ എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ അതിനെനിക്ക് മറുപടി കൊടുക്കണം. അതിന് ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ഞാനത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക്, ജനങ്ങളുടെ മുന്നിലേക്ക് ഈ സംഭവത്തെ വെച്ചത് എന്ന് VV രാജേഷ് തന്നെ ഗണേഷ് കുമാറിന്റെ രണ്ടാമത്തെ മറുപടിയായി കൊടുക്കുന്നുണ്ട്. ആദ്യം ഈ വിഷയം വന്നപ്പോൾ ചില BJP-യോട് അമിത സ്നേഹമുള്ള മാധ്യമങ്ങൾ, അത് കൂടുതൽ ഓൺലൈൻ മാധ്യമങ്ങളും, പിന്നെ ഓൺലൈൻ മാധ്യമങ്ങളെക്കാൾ ഇപ്പം സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾ എന്തോ തരം താഴ്ന്ന മാധ്യമങ്ങളാണ് എന്ന് പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ഇതിനേക്കാൾ തരം താഴ്ന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിൽ ചില കുത്തിത്തിരിപ്പ് വാർത്തകൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. അതിന്റെയൊക്കെ പേര് KV ഗണേഷ് കുമാർ തന്നെ എടുത്തു പറയുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നു. ഗതാഗത വകുപ്പ് മന്ത്രി ഇതിന് മറുപടി കൊടുക്കാൻ എത്തുകയാണ്. പക്ഷേ VV രാജേഷ് ഇത് പറയുമ്പോഴും എനിക്കറിയാം ഈ മറുപടി പറയേണ്ടുന്ന ആൾ എന്തായാലും മറുപടിയായിട്ട് വരും. കാരണം മാസ് കാണിക്കാനും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഡയലോഗ് അടിക്കാനും കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയാണ്. ആ മീറ്റർ കൃത്യമായി പിടിക്കാൻ അറിയാവുന്ന ആളാണ് KV ഗണേഷ് കുമാർ. KV ഗണേഷ് കുമാർ അതിന്റെ മറുപടിയുമായി വന്നപ്പോൾ ഗണേഷ് കുമാർ പറഞ്ഞത് 113 വണ്ടി കോർപ്പറേഷന് തിരിച്ചു കൊടുക്കാം. പക്ഷെ ഇത് KSRTC യാർഡുകളിലോ KSRTC-യുടെ ഒരു പ്രോപ്പർട്ടിയിലോ പാർക്ക് ചെയ്യാൻ പാടില്ല. അതിൽ വെച്ചിരിക്കുന്ന ഡ്രൈവറും കണ്ടക്ടറും ഞങ്ങളുടേതാണ്, ഞങ്ങൾ തിരിച്ചെടുക്കും. നിങ്ങൾ കൊണ്ടുപോയി നടത്തുവോ നടത്താതിരിക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. വാഹനം KSRTC-ക്ക് തന്നിട്ടുണ്ടെങ്കിൽ ടൗണിലേക്ക് ആളെ എത്തിക്കാൻ ഇത് പുറത്തേക്ക് ഓടേണ്ടി വരും, ഓടുക തന്നെ ചെയ്യും. അതൊരു മറുപടിയായിട്ടാണ് ഗണേഷ് കുമാറിന്റെ മറുപടി വരുന്നു. ഇടത് സൈബർ ഇടങ്ങൾ മുഴുവൻ ഇതിനെ ആഘോഷിക്കുന്നു. കാരണം ഈ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ നേടുന്നു, നാടൊട്ടുക്കും UDF വലിയ രീതിയിൽ വിജയിച്ചു നിൽക്കുന്നു. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ മൊത്തത്തിൽ ഗണേഷ് കുമാറിന്റെ ഇമേജ് നഷ്ടപ്പെട്ടു നിൽക്കുന്നു. അപ്പോൾ ഈ ഗണേശന് അണികളല്ല, ഭക്തരാണുള്ളത്. ഇപ്പൊ കൊട്ടാരക്കര ഗണപതിക്ക് ഭക്തരുണ്ടെന്ന് പറയുന്ന പോലെ അല്ല കേട്ടോ, ഇത് ഗണേശ ഭക്തരുണ്ട്. അവിടെ ഭക്തി കുറച്ച് കൂടുതലാണ്. പുള്ളിയുടെ കാറ് ദൂരെ കാണുമ്പോഴേ മുണ്ടൊക്കെ അഴിച്ചിട്ടിട്ട് കരിക്കും വെട്ടി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഗണേശ ഭക്തരൊക്കെ ഉണർന്നെഴുന്നേറ്റു. ഇവരൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ആഘോഷമാക്കി കൃത്യവും വ്യക്തവുമായി അളന്നു കുറിച്ച് VV രാജേഷിന് മറുപടി കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മറുപടിയിൽ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് ന്യായം VV രാജേഷിന്റെ ഭാഗത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് രാജേഷ് കൃത്യമായി പക്വതയോടെ ആയിട്ട് മറുപടി കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് ഈ 113 വണ്ടി പാർക്ക് ചെയ്യാൻ കോർപ്പറേഷൻ ഇടവില്ല എന്നാരും വിചാരിക്കരുത്. പക്ഷെ ഈ വണ്ടി തിരിച്ചു വേണ്ട എന്നല്ല പറഞ്ഞത്, എന്നാൽ ലാഭവിഹിതം ഞങ്ങൾക്ക് വേണം താനും. ഇലക്ട്രിക് ബസ്സുകളുടെയും ഡീസൽ ബസ്സുകളെയും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് KV ഗണേഷ് കുമാർ ഒരു കണക്ക് പറയുന്നുണ്ട്. ആന്റണി രാജുവിന്റെ കാലഘട്ടത്തിലാണ് ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് വാങ്ങുന്നത്. KSRTC-ക്ക് വലിയ നഷ്ടമൊന്നുമുള്ള തുകയൊന്നുമല്ല. പക്ഷേ അന്നും ഗണേഷ് കുമാർ പറഞ്ഞത് ഡീസൽ വണ്ടിയാണ് നല്ലത്, ഇത് നല്ലതല്ല എന്ന തരത്തിലാണ് പറഞ്ഞത്. ഗണേഷ് കുമാർ ഇപ്പോഴും പറയുന്നു ഡീസൽ വണ്ടി വാങ്ങിച്ചോടിച്ചാൽ വണ്ടിക്ക് പകുതി വില കുറവാണ്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്നതിന്റെ ചെലവ് വളരെ തുച്ഛമാണ്. KSRTC-ക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ
വീട്ടില് നെല്ല് കുത്തി അരി പണ്ട് ഉണക്കി ഉമിക്കരി ആക്കിയിട്ട് അരിയല്ല ഉമിക്കരി എടുത്ത് കരിച്ച് പല്ല് തേക്കുമായിരുന്നു. അതിന് ഗുണവും ദോഷമുണ്ട്. പിന്നെ കാലക്രമേണ പേസ്റ്റ് വന്ന സമയത്ത് നമ്മളെല്ലാവരും ടൂത്ത് പേസ്റ്റിലേക്ക് മാറി. ശരിയല്ലേ? എന്തുകൊണ്ടാണ്? ഉപയോഗിക്കാൻ എളുപ്പം, ആരോഗ്യകരമായിട്ട് ഒരു ഫ്രഷ്നസ് കിട്ടും, കാര്യങ്ങൾ കിട്ടും. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. കരിയും പുകയും വമിപ്പിക്കുന്ന ഡീസൽ വണ്ടികൾ വേണ്ട, പകരം ചെലവ് കൂടിയാലും ഇലക്ട്രിക് വണ്ടികളുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കുക. തിരുവനന്തപുരം നഗരം, എറണാകുളം നഗരം പോലും, തിരുവനന്തപുരം നഗരം എപ്പോഴും ശാന്തസുന്ദരമായ മനോഹരമായ ഒരു നഗരമാണ്. ആ നഗരത്തിന്റെ പരിസ്ഥിതിയെ അതേപോലെ നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരം എന്ന് പറയുമ്പോൾ അത്രയും ശാന്തസുന്ദരമായി പോകുന്ന ഒരു നഗരമാണ്. അവിടുത്തെ പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഹനം വാങ്ങിയത്. അല്ലാതെ KSRTCക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല. അതിന്റെ ഉദ്ദേശ ലക്ഷ്യം കൂടി ഗണേഷ് കുമാർ മനസ്സിലാക്കണമായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഉമക്കരി ഉപയോഗിക്കുന്നതിന് ചെലവ് കുറവാണ്, പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ചെലവ് കൂടുതലാണ്. പക്ഷെ ഗുണം രണ്ടാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ സിമ്പിളായ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ പ്രേക്ഷകർ ക്ഷമിച്ചേക്കാം, ഉദാഹരണം മനസ്സിലായില്ലെങ്കിൽ. എന്തായാലും വി രാജേഷ് പക്വതയോടുകൂടി മറുപടി പറയാൻ. ഇനി വി രാജേഷ് പറഞ്ഞൊരു മറുപടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തോ പറഞ്ഞാൽ വണ്ടി തിരിച്ചു തരുമെന്നോ? വണ്ടി തിരിച്ചു കൊടുക്കാന്നല്ലേ പറഞ്ഞേ? എടാ, വണ്ടി മേടിച്ചു കൊടുത്തിട്ട് 2.5 വർഷം കണ്ടായി, 2 വർഷം കഴിയുന്നു. ഇലക്ട്രിക് വണ്ടി, എന്റെ ബാറ്ററി ലൈഫ് പകുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഊറ്റാവുന്ന പൈസ മൊത്തം അതിൽ വെച്ച് ഊറ്റി, എന്നിട്ട് ഇനി വണ്ടി തിരിച്ചു കൊണ്ട് കൊടുക്കാന്ന്. ഇതിലെ പൈസയൊക്കെ പലിശക്ക് പൈസ മേടിച്ചോണ്ട് പോകും ചില ആളുകൾ. കടമായിട്ട് അയൽവക്കത്തു നിന്നൊക്കെ പൈസ മേടിച്ചോണ്ട് പോകും. അല്ല, ഇപ്പം ചില സ്വർണ്ണമൊക്കെ മേടിച്ചു പണയം. എന്നിട്ട് പൈസ തിരിച്ചു വയ്ക്കുമ്പോ എത്ര രൂപയ്ക്കാ പണയം വെച്ചാൽ 1.5 ലക്ഷം രൂപയല്ലേ, എന്നാ 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കൊടുക്കണം. ഈ 2 കൊല്ലം അവൻ അതിന് പലിശ അടച്ചിട്ടുണ്ട്, ഈ സ്വർണം വെച്ച് പൈസ കൊടുത്തവൻ. ആ പലിശ കൊടുക്കില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത്. മാത്രമല്ല, മറ്റൊരു മാസ ഡയലോഗ് ഉണ്ട്. 115 വണ്ടിക്ക് പകരം 180 വണ്ടികൾ KSRTC വാങ്ങും. 180 വണ്ടികൾ വാങ്ങുമ്പോ വലിയ ആവേശമാണ് മന്ത്രിക്ക്. എന്ന് പുതിയ ബസ്സുകൾ വാങ്ങാൻ ഗണേഷ് കുമാറിന് വലിയ ആവേശമാണ്. KSRTCയുടെ യാർഡുകളിൽ, KSRTCയുടെ വർക്ക്ഷോപ്പുകളിൽ എത്ര പഴയ വാഹനങ്ങൾ ഇപ്പോഴും കട്ടപ്പുറത്തുണ്ടെന്ന് അറിയുമോ? സ്പെയർ പാർട്സ് ഇല്ലാതെ കിടക്കുന്നു. ഈ ഗ്യാരേജുകളിൽ ആവശ്യത്തിന് മെക്കാനിക്കൽ സ്റ്റാഫുകളുണ്ട്. ഇല്ലെങ്കിൽ മെക്കാനിക്കൽ സ്റ്റാഫുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഒരു വണ്ടിയും റിപ്പയർ ചെയ്യാൻ KSRTC തയ്യാറാവുന്നില്ല. KSRTC റീപ്ലേസ് ചെയ്യണം, പുതിയത് വാങ്ങണം. നമ്മളിപ്പോൾ ഒരു മാരുതിയുടെ വണ്ടി വാങ്ങിയിട്ട് ഷോറൂമിൽ കൊണ്ട് കൊടുത്താൽ ഒരു ചെറിയ പരിപാടിയാണെങ്കിൽ അവർ പറയും അതങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറയും. അപ്പോൾ അത് വർക്ക്ഷോപ്പിൽ കൊടുത്താൽ അത് പണിയിട്ട് തരും. ഇത് പണിയാനുള്ള സ്റ്റാഫും സംവിധാനം ഉണ്ടെങ്കിലും ഇവർ പുതിയ ബസ്സുകൾ വാങ്ങുന്നതിനെ കുറിച്ചാണ് ചിന്ത. ഇപ്പൊ 113 വണ്ടി പോകുമ്പോൾ 150 വണ്ടി വാങ്ങാമെന്ന് ഗണേഷ് കുമാർ പറയുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ലാഭം ആർക്കാണ് എന്ന് കൂടി പൊതുജനത്തിന് മനസ്സിലാകും എന്നുള്ളതാണ്. ഞാൻ ഒരു ഡയറക്റ്റ് അറ്റാക്കിലേക്കല്ല പോകുന്നത്, പൊതുജനത്തിന് മനസ്സിലാകും എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഓരോ വണ്ടി ഇപ്പൊ 150 വണ്ടിയൊക്കെ വന്നിച്ച് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന സോഷ്യൽ മീഡിയ ഇമ്പാക്ട് അല്ല, ആ ലാഭമല്ല, സാമ്പത്തിക ലാഭം ഉണ്ടെന്നേ. ഇപ്പൊ ഒരു ബസ് വാങ്ങുന്ന പോലെ അല്ലല്ലോ 150 വണ്ടിയുടെ ഓർഡർ ഒരുമിച്ച് ചെല്ലുന്നത്. അപ്പോ സ്വാഭാവികമായും ഈ വിവാദത്തിലൂടെ പൊതുജനത്തിന് മനസ്സിലായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ KSRTC 113 വണ്ടി ഒരുമിച്ച് ഇറക്കിയായിരുന്നു ആന്റണി രാജുവിന്റെ കാലത്തെ. ഇത് കോർപ്പറേഷൻ വാങ്ങിക്കൊടുത്തതാണെന്ന് ആന്റണി രാജു വലിയ ഉദ്ഘാടനമൊക്കെ നടത്തിയതാ. ഇപ്പോ ജനങ്ങൾ അറിഞ്ഞു. അന്ന് ആന്റണി രാജു ഇത് വാങ്ങിയപ്പോൾ തന്നെ ഗണേഷ് കുമാർ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അന്ന് തൊടുന്നതും പിടിക്കുന്നതൊക്കെ പ്രശ്നങ്ങളായിരുന്നു. പുള്ളിക്ക് ആരെ വേണമെങ്കിലും വിമർശിക്കാം, പക്ഷെ പുള്ളിക്ക് നേരെ ആരും വിമർശിക്കരുത് എന്നൊരു. അതെ, ഇപ്പോൾ തന്നെ ഇപ്പൊ വി രാജേഷ് നടത്തിയ പത്രസമ്മേളനങ്ങളിലെല്ലാം ഇപ്പോൾ നമ്മൾ മാധ്യമ വാർത്തകൾ കാണുകയാണ്. അദ്ദേഹം വിഷയത്തെ പറ്റി പഠിച്ച് പക്വതയോടെയാണ് അത് ഇടപെടുന്നത്. അത് BJPക്ക് കൊടുക്കുന്ന ഒരു സ്വീകാര്യതയുണ്ട്, അത് വലുതാണ്. അപ്പോൾ ഈ മാസപര്യവേഷം കൊടുത്ത് കുറെ ഡയലോഗുകൾ അടിച്ചതുകൊണ്ട് സ്വയം അപഹാസ്യനാവുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഗണേഷ് കുമാറും കാര്യങ്ങൾ പഠിച്ചു തന്നെയാണ് മറുപടി പറയുന്നത്. കാരണം കയ്യിൽ മറ്റേ 100 രൂപ പത്രമൊക്കെ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ പഠിച്ചു പറയും. പക്ഷെ എത്ര അങ്ങോട്ട് അഭിനയിച്ചാലും ഉള്ളിൽ കിടക്കുന്ന മറ്റേ മാടം വിതരം തള്ളി പുറത്തോട്ട് വരും. അതാണ് പ്രശ്നം. പറഞ്ഞു വരുമ്പോഴത്തേക്ക് മാസാക്കാൻ ശ്രമിക്കും, സിനിമാറ്റിക് ആക്കാൻ ശ്രമിക്കും. വി രാജേഷ് അയാൾ പുള്ളിവിലെ കൃത്യമായിട്ട് വെല്ലുവിളിക്കാനോ മത്സരിക്കാനോ ഒന്നുമല്ല. കാര്യം പറഞ്ഞു, ഇതാണ് കാര്യം. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ തിരിച്ചുകൊണ്ടിട്ടാൽ ഇടാനുള്ള സ്ഥലമൊക്കെ നമുക്കുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹവും മറുപടി കൊടുക്കുന്നു, വസ്തുനിഷ്ഠമായും മറുപടി കൊടുക്കും. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ രാവിലെ 6 മണി മുതൽ രാവിലെ ഒരു 10 മണി വരെ സ്കൂൾ കുട്ടികളും ജീവനക്കാരും പോകുമ്പോൾ തിരുവനന്തപുരത്തിന്റെ ഇടവഴികളിലൂടെ ഈ വാഹനം ഓടിക്കണം. 10 മണി മുതൽ 4 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും ട്രിപ്പ് എടുത്തോ, ഒരു പ്രശ്നമില്ല. 4 മണി മുതൽ 8 മണി വരെ, അതായത് ഇവിടുത്തെ നഗരത്തിലെ ഇട റോഡുകളിലൂടെ ഈ വാഹനം ഓടിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് നഷ്ടമാണെങ്കിൽ ആയിക്കോട്ടെ, കോർപ്പറേഷന് പൈസ കൊടുക്കണ്ടല്ലോ, ഇന്ധന ചെലവ് കുറവാണ്, വൈദ്യുതിയിൽ ഓടുന്ന വണ്ടിയാണ്, കോർപ്പറേഷൻ വാങ്ങിക്കൊടുത്ത വണ്ടിയാണ്, അവർ നടത്തി കൊടുത്തൂടെ കുറച്ച് വണ്ടികളെങ്കിലും. സ്വാഭാവികമായിട്ട് വോട്ട് ചോദിക്കാനൊക്കെ ചെല്ലുന്ന ആളുകൾക്കല്ലേ ഈ ബുദ്ധിമുട്ടറിയും. ഞാൻ പറഞ്ഞത് മനസ്സിലാവണ്ടോ? ഇപ്പൊ പത്രാപുരത്ത് വലിയ ഈ LDFനുണ്ടായ വലിയ വോട്ട് ചോർച്ച തന്നെ ഗണേഷ് കുമാറിനോടുള്ള എതിർപ്പാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം, ചില കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത്
പിന്നെ അവിടുത്തെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട ഒരു ഇടതുപക്ഷ അനുഭാവി വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടതാണ്, നാളെ മുതൽ ചിലപ്പോൾ നമ്മുടെ വഴി കൂടെ വന്ന പുതിയ ബസ്സുകളൊന്നും ഉണ്ടാവില്ല. പുള്ളി അങ്ങനെയൊക്കെയാണ് പ്രതികാരം ചെയ്യുന്നത്. again കട്ട് ചെയ്ത് കളയും. ഇപ്പം മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് വകുപ്പിലെ കുറെ ജീവനക്കാർക്ക് ഇത് എന്തോ ഒരു മെമ്മോ അടിച്ചു കൊടുക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഗ്രൂപ്പിൽ ഭയങ്കര ചർച്ചയായിരുന്നു. ഇവർക്ക് ഇൻക്രിമെന്റ് കൊടുക്കുന്നില്ല, ട്രാൻസ്ഫർ കൊടുക്കുന്നില്ല. ഒരാളെ കൊല്ലത്തുനിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് അവിടെ എവിടെയോ 4 തവണയാണ് 4 ദിവസം കൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത്, ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ പ്രതികാര നടപടിയും ഒക്കെ ആയിട്ട് ഇദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വലിയ അഹങ്കാരത്തിൽ അഹംഭാവത്തിൽ ഇങ്ങനെ പോകുമ്പോഴാണ് കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയത് പുള്ളി അറിയാഞ്ഞത്. എന്തായാലും ഇപ്പോൾ അത് അറിഞ്ഞിരിക്കുന്നു. അത് പാറ കെട്ടി സംരക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ മാസ് ഡയലോഗും PR വർക്കുകളും ഒക്കെ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു തർക്കത്തിൽ VV രാജേഷിന്റെ ഭാഗത്താണ് ന്യായം എന്നുള്ളത് കൊണ്ട് തന്നെ VV രാജേഷ് പക്വതയോടെ കൈകാര്യം ചെയ്തു എന്ന് ഒരുപക്ഷെ വിലയിരുത്തേണ്ടി വരും.